നമസ്കാരം. എല്ലാവർക്കും ഡൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സെറ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആൻസർ കീ ഒക്കെ വന്നു. എല്ലാവരും ആൻസർ കീ ഒക്കെ നോക്കി പാസ്സായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രം കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യനെ കുറിച്ചൊന്ന് പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നോക്കാം. ഇത് കോഡ് ബി ആണ്. ബി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ 50ാമത്തെ ചോദ്യം നോക്കുക. താഴെ പറയുന്നവരെ ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിച്ച വർഷമനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇതിനൊരു ഓപ്ഷൻ ഇല്ല. ഈ ഉത്തരം 50ാമത്തെ ചോദ്യത്തിനായിട്ടുള്ളൊരു ഉത്തരം ഈ ഓപ്ഷനിൽ ഇല്ല. പക്ഷെ അവർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു മാർക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ റിസൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിയാം. അപ്പോൾ ഇതിൽ ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ബി ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ ബി കറക്റ്റ് ആകണമെങ്കിൽ ആദ്യം വരേണ്ടത് ടി.ഇ. വാസുദേവനാണ് ഒന്നാമതായിട്ട് നമ്മുടെ ഓപ്ഷൻ പ്രകാരം വരുന്നത്. രണ്ടാമത് വരുന്നത് ശ്രീകുമാരൻ തമ്പിയാണ് 3 എന്ന് വരുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. മൂന്നാമത് വരുന്നത് ആറന്മുള പൊന്നമ്മയാണ്. നാലാമത് വരുന്നത് ഷീലയാണ്. അഞ്ചാമത് വരുന്നത് കെ.പി. കുമാരൻ. ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ ഓപ്ഷൻ പ്രകാരം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടിയ വർഷം അനുസരിച്ച് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം വരുന്നത് ടി.ഇ. വാസുദേവൻ തന്നെയാണ്. 1992 അദ്ദേഹത്തിന് ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് ടി.ഇ. വാസുദേവൻ എന്നുള്ളത് കറക്റ്റാണ്. 5 തന്നെയാണ് വരുന്നത്. ഇനി രണ്ടാമത് വരുന്ന ആൾ നമ്മുടെ ഓപ്ഷൻ പ്രകാരം ശ്രീകുമാരൻ തമ്പിയാണ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, രണ്ടാമത് വരുന്നത് നമ്മുടെ ഇതിൽ ഗൂഗിൾ പ്രകാരം വരുന്നത് 2005 ആറന്മുള പൊന്നമ്മയാണ് വരുന്നത്. നമുക്ക് ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടുന്നത് 2017 ഓക്കെ, 2017 ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ശ്രീകുമാരൻ തമ്പി എത്രാമതായിട്ടാവും വരിക? മൂന്നാമതായിട്ടാവും വരിക. രണ്ടാമത് വരുന്നത് ആറന്മുള പൊന്നമ്മയാണ്. മൂന്നാമത് വരുന്ന ആളാണ് ആര്? മൂന്നാമത് വരുന്ന ആൾ ശ്രീകുമാരൻ തമ്പി. നാലാമത് വരുന്നത് ഷീല. അഞ്ചാമത് വരുന്നത് കെ.പി. കുമാരൻ. അങ്ങനെയാണ്. മൂന്നാമത് വരുന്നത് ശ്രീകുമാരൻ തമ്പി. നാലാമത് വരുന്നത് ഷീല. അഞ്ചാമത് വരുന്നത് കെ.പി. കുമാരൻ. ഓക്കെ, കെ.പി. കുമാരൻ. അങ്ങനെയാണ് കറക്റ്റ് ഓർഡർ വരികയാണെങ്കിൽ. അപ്പോൾ ആദ്യം കിട്ടുന്നത് ടി.ഇ. വാസുദേവന് തന്നെയാണ്. രണ്ടാമത് കിട്ടുന്നത് ആറന്മുള പൊന്നമ്മയ്ക്കാണ്. മൂന്നാമത് കിട്ടുന്നത് ശ്രീകുമാരൻ തമ്പി. നാലാമത് കിട്ടുന്നത് ഷീല. അഞ്ചാമത് കിട്ടുന്നത് കെ.പി. കുമാരൻ. ഇതിൽ ആദ്യത്തേതും അവസാനത്തേതും കറക്റ്റാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ. പക്ഷേ ഇതാണ് ശരിക്കും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഈ ഉത്തരത്തിൽ കാണുന്നുണ്ടോ എന്ന് നോക്കൂ. ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അതിന് കറക്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ നമ്മുടെ ആൻസർ കീയിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി നോക്കാം. ആദ്യം വരുന്നത് ടി.ഇ. വാസുദേവനാണ്. രണ്ടാമത് വരുന്നത് ആറന്മുള പൊന്നമ്മ 2005. മൂന്നാമത് വരുന്നത് ശ്രീകുമാരൻ തമ്പി 2017. നാലാമത് വരുന്നത് 2018 ഷീല. അഞ്ചാമത് വരുന്നത് 2021 കെ.പി. കുമാരൻ. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് അനുസരിച്ച് നമുക്ക് വരേണ്ട ഓപ്ഷൻ ഇതായിരുന്നു. ആ ഓപ്ഷൻ ഇതിൽ കാണുന്നില്ല. പക്ഷെ അവർ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അതിൽ ചേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും തെറ്റായിട്ട് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ചലഞ്ച് ചെയ്യാം. ശരിയായിട്ടുള്ള വന്നവർ അവരുടെ മാർക്ക് പോകാൻ വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തെറ്റായിട്ട് ആരുടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാം. ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രൂഫാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ കിട്ടും. ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ചാർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു മാർക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ വലുതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ
എന്ത് ചെയ്യണം? പോരാടുക തന്നെ വേണം. ആ മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സാകുമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.